ഹലോ ഗായ്സ്, എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിതവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് കസിൻ്റെ ഗ്രൂം ടു ബി പരിപാടി കാര്യങ്ങളായിട്ടുള്ള ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ മെഹന്തി നൈറ്റും ചെറിയ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട്, ഫംഗ്ഷനല്ല, എല്ലാവരും മെഹന്തിയുടെ ഞാൻ ഇത് ഇന്നലെ ഇട്ടുട്ടോ. ഇത് ഞാൻ ഇട്ടതാണ്, ഇങ്ങനെ ഇട്ട് ഇത് രണ്ടും ഞാൻ ഇട്ടു. പിന്നെ ഈ ടൈമിൽ കസിൻ ഇട്ടു. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇന്നലെ വീട്ടിൽ പോയി. പിന്നെ കസിന് അടുത്ത് മൈലാഞ്ചൊക്കെ ഇട്ടു. അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നു ഇന്നലെ. അത് പിന്നെ വ്ളോഗാക്കാനൊന്നും നിന്നിട്ടില്ല. ഇതിന് മാത്രമല്ല വലിയ കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ. കസിൻ്റെ അതേമാതിരി മാരേജിനൊക്കെ ഞാൻ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. മെഹന്തി നൈറ്റും അറബിക് നൈറ്റും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇന്നിപ്പം ഗ്രൂം ടു ബി ഉണ്ട് ഇവിടെ കേക്ക് ബോക്സ്, നമ്മളെ സ്ഥിരം സ്ഥലത്ത് തന്നെ അവിടെ വെച്ചിട്ടാണ് ഗ്രൂം ടു ബി പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിൽ പോന്നു. നൈറ്റിൽ മെഹന്തി നൈറ്റാണ്. അപ്പോൾ ആ പരിപാടികൾ രാത്രി. പിന്നെ നാളെ അറബിക് നൈറ്റ്. പിന്നെ മറ്റന്നാളെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണ പരിപാടി ഉച്ചക്കത്തേക്ക് രാവിലെ പോലും ഒരു 11 മണി ആ ഒരു ടൈമിൽ പോണ പ്രോഗ്രാം. അത് കഴിഞ്ഞ് നൈറ്റിൽ നമ്മളെ തലേന്നത്തെ പരിപാടി, കല്യാണ തലേന്ന് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മളവിടുത്തെ മെയിൻ ഫംഗ്ഷൻ അതിവിടെ ഹാളിൽ വെച്ചിട്ട് തന്നെ, അടുത്തുള്ള ഹാളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സടക്കടെ 3-4 ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഈ പരിപാടികൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ലാസ്റ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഷോർട്സും കാര്യങ്ങളൊക്കെ ഡെയിലി വീഡിയോസ് ഇടലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഞാൻ എൻ്റെ റെഡിയാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ചെറിയൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്ത്. അപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നൈറ്റിലേക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഇനി പോണ വഴിക്ക് 2-3 സാധനങ്ങളും കൂടി ഒന്ന് പിക്ക് ചെയ്യാനുണ്ട്. സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കേക്ക് ബോക്സിലേക്ക് പോകും. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷനൊക്കെ ആയിരുന്നു. മറ്റേ ഗ്രൂം ടു ബി എന്നൊക്കെ എഴുതി 2-3 ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എല്ലാവരും വരുന്നോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ടൈമിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ചില്ല് ചെയ്തിരുന്നു. പിന്നെ എല്ലാ വീഡിയോസും അങ്ങനെ കറക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണം എന്നില്ല വീഡിയോസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റുന്നവർക്ക് കുഴപ്പമില്ല എന്ന് കണ്ടവർക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ബോക്സത്തെ കേക്കിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് അവിടുത്തെ കേക്ക് തന്നെയാണ്. കേക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ പോകുന്ന സ്പോട്ടാണ് കേക്ക് ബോക്സ്. അപ്പം ഇതാ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഗ്രൂമിൻ്റെ കൂടെ ഇരുന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിലും പിന്നെ കേക്ക് കട്ടയിലും അങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു വന്ന്. മെയിനായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോസ്. അപ്പം അത് തന്നെയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ഫോട്ടോസ് എടുക്കുക, ഗ്രൂമിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കുക, പിന്നെ ഗ്യാങ് ആയിട്ട് ഫോട്ടോസ് എടുക്കുക, അതൊക്കെ തന്നെയായിരുന്നു. അപ്പം പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ നേരെ തിരിച്ച് കല്യാണ വീട്ടിലേക്ക് പോയി. കല്യാണ വീട്ടിൽ പോയി അവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിതാ മൈലാഞ്ചി ഇടൽ പരിപാടികളാണ് ഇനിയുള്ളത്. അപ്പം മൈലാഞ്ചി ട്യൂബ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിലർ മറ്റേ ഓർഗാനിക് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ചിലർ യൂസ് ചെയ്ത് അപ്പം കസിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് വാങ്ങാൻ പോയി. അങ്ങനെ പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പം ഒരു 4 മണി 4:30 ആയപ്പോൾ പിന്നെ എല്ലാവരും കൂടി എവിടേക്ക് പോയി? പാർലറിലേക്ക്. 2-3 ആൾക്കാർക്കും കൂടി ചെറിയ ത്രെഡിങ്ങും ഹെയർ കട്ടും അതിൻ്റെ ഫേഷ്യലും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ പോയി. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ടാണ് മൈലാഞ്ചി ഇട്ടത്. അവിടെ പോയി അലീഷയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ഒരാളതെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നല്ലോ. കാരണം കുറേ കൈകളുണ്ടാവും നൈറ്റിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒരാളെ ഒരു ഭാഗത്തെങ്കിലും സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പം പാർലറിലത്തെ പരിപാടി കഴിയുമ്പോഴത്തേന് ഞങ്ങളിതാ 2 കൈയും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതങ്ങോട്ട് ആ 2 കൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കാമല്ലോ. പിന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഫുഡ് കഴിക്കലും മൈലാഞ്ചി ഇടലും പിന്നെ പാട്ട് ഡാൻസ് അങ്ങനെ ഓരോ പരിപാടികളായിട്ട് അന്നത്തെ നൈറ്റ് അങ്ങനെ അങ്ങോട്ട് തീർത്തു. മെയിനായിട്ട് മൈലാഞ്ചി ഇടല്ല. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മൈലാഞ്ചി ഇട്ടിരിക്കുമ്പം എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കഴിയുന്നൊക്കെ എടുത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പാട്ട് വെച്ച് കുട്ടികൾ ഒരു ഭാഗത്തുനിന്ന് ഡാൻസ് കളിക്കുന്നു, ഒരു ഭാഗത്ത് ബാക്കിയുള്ളവർ മൈലാഞ്ചി ഇടുന്നു. എന്നിട്ട് തന്നെ ഫുള്ളും കഴിഞ്ഞിട്ടില്ല. പലരും
ഓരോരുത്തർ ചിലത് ഉള്ളിൽ കയ്യിലിട്ടിട്ടില്ല, പുറത്തിട്ടില്ല, അങ്ങനെ പിന്നെ വർത്താനം പറഞ്ഞിരിക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതൊക്കെ തന്നെയാണല്ലോ നമ്മളൊരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പരിപാടികൾ. പിന്നെ മക്കളെല്ലാവരും കൂടി ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. പിന്നെ നൈറ്റ് നല്ല ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഗ്രൂം ടു ബീൻ്റെയും മെഹന്തി നൈറ്റിൻ്റെയും വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഓരോ ദിവസം ഓരോ വീഡിയോസായിട്ട് വരാം. അറബിക് നൈറ്റിൻ്റെതും നമ്മളെ വെഡ്ഡിങ് വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.